ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കരിമീൻ കറി വയ്ക്കാൻ പോകണം കേട്ടോ. ഇത് വറുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ തല എടുത്തിട്ട് കറി വയ്ക്കാൻ പോകണം. കരിമീനാണ് കേട്ടോ, കരിമീനിൻ്റെ തലയാണ് ഇത് വറുക്കാൻ. ഇത് മീൻ കറി വയ്ക്കാനുള്ള സാധനങ്ങൾ. കറിവേപ്പില വെച്ചിട്ടില്ല, വെക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് പഴയ ചട്ടിയാണ് കേട്ടോ, പുതിയ ചട്ടി എടുത്തില്ല. അപ്പോൾ പഴയതിലൊന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പഴയ മീൻ ചട്ടിയാണ്. അപ്പോൾ ഇതിലൊന്ന് വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു. ഈ മൺചട്ടി കുറേയായി ഉപയോഗിച്ചിട്ട്, അപ്പോൾ എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് ചൂടായി വരണമെങ്കിൽ. ചൂടായ ശേഷം നമുക്കിതിൽ കരിമീൻ കറി വെച്ച് നോക്കാം. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല കാഞ്ഞിട്ടുണ്ട്. വെന്തയും ജീരകം കൊടുക്കുന്നുണ്ട്. നല്ല വെന്തയെല്ലാം നല്ലപോലെ മുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല വതങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല വതങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നാലാഭാഗത്തും പോയി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ഇടാതെ വീഡിയോ എടുക്കുന്നത്. ഒന്നാമത് മടി, രണ്ടാമത് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് കുറേയായി ഞാൻ ഓൺ വോയിസിലൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സബ്സ്ക്രൈബുകളൊക്കെ, എന്താ ഓൺ വോയിസ് ഇട്ട് വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട്. ഞാൻ ലൈവുകളൊക്കെ കുറച്ച് പേരുടെ കാണും. അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ അതിലൊക്കെ എൻ്റെ കുറേ സബ്സ്ക്രൈബർമാർ വരും. അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓൺ വോയിസ് ഇട്ട് വീഡിയോ എടുക്കാത്തത്, വീഡിയോ എല്ലാം സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഓൺ വോയിസ് ഇട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ എടുത്തത്. നല്ല ബുദ്ധിമുട്ടാണ് വോയിസ് ഇട്ട് വീഡിയോ എടുക്കാൻ. ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. അപ്പം കുറച്ച് മെനക്കെട്ടാലും ഓൺ വോയിസ് ഇട്ടൊരു വീഡിയോ എടുത്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. ഒരു പിടി തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു പിടി എന്ന് പറഞ്ഞാൽ 2 തക്കാളിയാണ് ഇട്ടത്, ഒരുപാടൊന്നുമില്ല, 2 തക്കാളിയാണ്. ഇത് നമുക്കിത് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറേ സമയമല്ല, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നല്ല പോലെ തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം നല്ല വതങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വതങ്ങി കിട്ടിയിരുന്നു. ഇപ്പം നമുക്കിതിലൊരു സാധനം കൂടി ഇടാൻ കേട്ടോ. കറിവേപ്പില ഞാൻ ഇട്ടിട്ടില്ല. കറിവേപ്പില ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതൊന്ന് ഇടട്ടെ. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു എന്താ പറയുക, ചട്ടി ഒരു പൊട്ടൽ പോലെയൊക്കെ ഉണ്ട്. ഒരു ചെത്തം എടുക്കുന്നുണ്ടോ, ഇങ്ങനെ വതക്കുന്ന സമയത്ത്, ഇളക്കുന്ന സമയത്തൊക്കെ ഒരു പൊട്ടൽ ചെത്തം കേൾക്കുന്നുണ്ടോ. പഴയ തന്നിട്ടാ കുറേ ആയി ഇതിന് വെക്കാനൊരാഗ്രഹം, അതുകൊണ്ടൊന്ന് വെച്ച് നോക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. പുതിയ ചട്ടിയൊക്കെ അതിൻ്റെ മണമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ രുചി പോയി. പിന്നെ ഇതിൻ്റെ പഴയതിലൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കണം കേട്ടോ. നമുക്കിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന്. കരിമീൻ്റെ തല ആയതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഇടണം കേട്ടോ. അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ രുചി ഉണ്ടാവില്ല.
ഇതെന്തിനാണ് ചേട്ടാ, തിടുപ്പിനാണ് കേട്ടോ. ഞാൻ ഇല്ലെങ്കിൽ അരച്ചിട്ടാണ് വെക്കുക എല്ലാം കൂടിയിട്ട്. ഇന്ന് അരയ്ക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ തിടുപ്പിനാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. നമുക്കൊന്ന് നന്നായി വതങ്ങട്ടെ. പച്ചമണമൊക്കെ പോയ ശേഷം നമുക്കിതിൽ നിന്ന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ. പുളിക്കറിയാണ് വെക്കുന്നത്, തേങ്ങ ഒഴിക്കുന്നില്ല. പുതിയ പുളിയാണ്. അപ്പോൾ കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അത് നല്ല ആയിട്ടുണ്ട്. അപ്പം നിന്ന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ചട്ടി നല്ല പുകയണം. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്താണ്. ഇല്ലെങ്കിൽ കരിഞ്ഞ മണം വരില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം പുളിവെള്ളം കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻ വറുക്കാനുള്ള മുളക് പുരട്ടൽ അതൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളക്കട്ടെ. തിളച്ചിട്ട് ഒന്ന് കുറുകിയ ശേഷം മീനിൻ്റെ തലയിട്ട് കൊടുക്കുക. തിളച്ച് വെച്ച് കുറച്ച് സമയം ഇരിക്കട്ടെ. നന്നായി തിളച്ച ശേഷം നമുക്ക് മീനിൻ്റെ തലയിട്ട് കൊടുക്കാം. ഇന്ന് കരിമീൻ കിലോ 80 ഇവിടെ വിൽക്കാൻ വന്നത്. ഇപ്പോൾ ഒരു കിലോന് കൂടുതലുണ്ട്. ലാസ്റ്റ് കച്ചവടമായിരുന്നു. അപ്പം അങ്ങനെ തന്നിട്ട് പോയതാട്ടോ. 1.5 കിലോൻ്റെ ഉള്ളിലുണ്ട്. ഈ വണ്ടിയിൽ വിൽക്കാൻ വരുന്നത് നമ്മൾക്ക് കുറച്ച് ലാഭം, പെട്ടി ഓട്ടോറിക്ഷയിൽ. അല്ലാതെ വരുന്നവരുടെ അടുത്ത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ പുതിയൊരാൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേയായി വരാൻ തുടങ്ങിയിട്ട് ലാഭം തന്നെയാണ് മീൻ. അപ്പോൾ ഇതാണ് കരിമീൻ. നമുക്കിതിനെ മുളക് പുരട്ടാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില അങ്ങനെ എല്ലാം കൂടി അരച്ച് വെക്കുന്നതാണ് കേട്ടോ. ഒരു എളുപ്പപ്പണിയാണ്. അങ്ങനെ അരച്ച് വെച്ചതാണ്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് നല്ല തേച്ച് കൊടുക്കാം. മീനുകൾക്കെല്ലാം തേച്ച് കൊടുക്കാം. അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. നല്ല തിളച്ച് മറിയുന്നുണ്ട് നമ്മുടെ മീൻ പുളി, കരിമീൻ പുളി. നമുക്കിതിൽ മീനിട്ട് കൊടുക്കാം. തലയാണ് കേട്ടോ, തലക്കറിയാണ്. ഒരുപാട് വലുതല്ല, എന്നാലും സാധാ ഒരു നോർമൽ വലിപ്പമൊക്കെ ഉണ്ട്. ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടകൂട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ചട്ടകുമ്പോൾ നമുക്ക് ഉടയാതെ കിട്ടും. നമുക്ക് കുറച്ച് സമയത്ത് അടച്ച് വയ്ക്കാം. കറി ആവാനായിരുന്നു. അപ്പോൾ നമുക്ക് മീൻ വറുത്തെടുക്കാം. സമയം ഒരുപാടായി, മക്കൾക്ക് നല്ല വിശപ്പും ആയിട്ടുണ്ട്. നമുക്ക് മീൻ വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില കഴുകിയതാണ് കേട്ടോ, അതിൻ്റെ ഒരു പൊട്ടലാണ്. വറുക്കാൻ വയ്ക്കുന്നുണ്ട്.
നമുക്കിപ്പോൾ കറി ഒന്ന് തുറന്ന് നോക്കാം. നല്ല തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. പഴയ ചട്ടിയാണെങ്കിൽ കുറേ സമയം ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓഫ് ചെയ്തിട്ട് എത്ര സമയമെന്നറിയാം. ഇപ്പോഴത് നല്ലപോലെ തിളയ്ക്കുന്നത് കണ്ട. ഇനി ഒന്ന് വറ്റും ഇതിലിരുന്നിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ, എന്നും ഞാൻ പൊന്നരിയാണ് ചോറ് വയ്ക്കുക. ഇന്ന് എനിക്കെന്തോ റേഷനരി കഴിക്കാൻ തോന്നി. മീൻ കറിക്ക് റേഷനരി ചോറാട്ടാണ് വെച്ചിരിക്കുന്നത്. കുറേ ആയി റേഷനരി ചോറ് കഴിച്ചിട്ട്. അപ്പം റേഷനരി ചോറും കരിമീൻ കറിയും കരിമീൻ വറുത്തതും അടിപൊളിയല്ലേ? അപ്പോൾ ആ ഒരു പൊട്ടലും പഴങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീൻ കറി ഒന്ന് ഒതുങ്ങി. നമ്മുടെ കരിമീൻ ഇങ്ങനെ നല്ലപോലെ മുറുകിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അടിവശം അങ്ങനെ അടഞ്ഞു വരും. അപ്പോൾ പതുക്കെ ഇതൊക്കെ നമുക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ. ഇല്ലാന്ന് പറഞ്ഞാൽ ഇത് പൊട്ടലും പൊളിയലൊക്കെ വരും. പടച്ചോനെ, ഇന്നാണ് കേട്ടോ മീൻ പൊട്ടാതെ പൊളിയാതെ മറിച്ചിടാൻ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ മീൻ പൊട്ട് അതിൽ ഒട്ടിപ്പിടിച്ച് പൊട്ടിപ്പോവുക എന്തെങ്കിലും ചെയ്ത മക്കൾ വഴക്കുണ്ടാക്കൽ? എൻ്റെ മീൻ പൊട്ടി, നിൻ്റെ മീൻ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ടാളും നല്ല പോലെ അടിയുണ്ടാക്കും. അപ്പോൾ ഇന്ന് പൊട്ടാതെ മറിച്ചിടാൻ കിട്ടിയിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോറും കറിയൊക്കെ ആയിരുന്നു. നമുക്ക് ആദ്യം എൻ്റെ പാപ്പക്കുട്ടിക്കൊന്ന് ചോറ് കൊടുക്കട്ടെ. റേഷനരി ചോറാട്ടാണ്. അടിപൊളി കളറ്, നന്നായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ റേഷനരിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളോ അതൊന്നും ഇല്ല കേട്ടോ. അത് കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മുടെ മീൻ കറിയാണ്. ചോന്നില്ലേ? സാധാ മുളക് പൊടി കേട്ടോ. പക്ഷെ ഭയങ്കര മുളക് പൊടിക്ക് ഭയങ്കര കാരം. ഇതിലൊരു ഗുഡ് ന്യൂസ് എന്ന് പറയാൻ എന്താണെന്ന് പറയാം. ഞങ്ങൾ ഒരു മീൻ ഇതിൽ എൻ്റെ പാപ്പക്കുട്ടിക്ക് മാത്രമായിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവളങ്ങനെ തല കഴിക്കില്ല, ഇങ്ങനെ തന്നെ വേണം അവൾക്ക്. അപ്പോൾ ഒരു മീൻ അവളറിയാതെ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. കണ്ടില്ലേ? ബാക്കി ഞങ്ങൾക്കൊക്കെ തലയാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മ തന്നെ കഴിക്കുള്ളൂ. എൻ്റെ അഫ്രമോൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വറുത്തതാണ് ആവശ്യം. ചാറൊക്കെ ഒഴിച്ച് നമുക്കിത് വറുത്ത മീനൊക്കെ വെച്ചിട്ട് അവർക്ക് കൊടുക്കാം. നമ്മുടെ മീൻ വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാതെ എൻ്റെ പാപ്പുവിനൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് മാത്രം തന്നെ. കരിമീൻ കറി, കരിമീൻ വറുത്തത്, റേഷനരി ചോറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.